നമസ്കാരം, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ദ ഐസോമെട്രിക് വ്യൂ ആൻഡ് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. യൂണിവേഴ്സിറ്റി എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതുപോലെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നാളെ ഒരു PSC എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കും. കാരണം എപ്പോഴും കുട്ടികളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ഫിയറിന്റെ ഐസോമെട്രിക് വ്യൂ ഓർ സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറയുന്ന കാര്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇതിന് മുൻപ് നമ്മൾ കണ്ടിരുന്ന സ്ക്വയർ പ്രിസം അല്ലെ സ്ക്വയർ പിരമിഡിന്റെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ ഒബ്ജക്റ്റിന്റെ ഐസോമെട്രിക് വ്യൂ വരക്കുമ്പോൾ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ഒബ്ജക്റ്റ് ഇരുന്നിരുന്നത് അല്ലെ. അപ്പോൾ ഈ ലൈനുകളെല്ലാം ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ എടുക്കുമ്പോൾ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോക്കുന്നത്. ആ വ്യൂവിൽ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ലൈനെല്ലാം എന്താണ്, ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ലെങ്ത്തുകൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. ഇതിന് മുൻപുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കുമ്പോഴത്തേക്ക് ആക്ച്വൽ ലെങ്തിനെ 0.816 ഓർ 0.816നെ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്ത ലെങ്ത് കൊണ്ടാണ് വരച്ചത്. അതായത് 100 mm ഉള്ള ഒരു ലൈനാണ്, ഒരു എഡ്ജ് ആണ് എന്നുണ്ടെങ്കിൽ അത് 82 mm എടുത്തിട്ട് നമ്മൾ വരക്കത്തുള്ളൂ. കാരണം അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ആ ലൈൻ നമ്മൾ വ്യൂ ചെയ്യുന്നതിൽ നിന്ന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇപ്പോ ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഇവിടെ ട്രൂ ലെങ്തും ഇതിന്റെ ലെങ്ത് 0 ആയിട്ട് എടുത്തു. കാരണം എന്താ, നമ്മൾ വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ ലെങ്ത് കാണാനേ പറ്റുന്നില്ല. ഐസോമെട്രിക് വ്യൂ ഓർ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോളിഡ് ഡയഗണലിന് ഇവിടുന്ന്, അതായത് ഈ കോർണറിൽ നിന്ന് അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള കോർണറിലേക്ക് ആ ഒരു ലൈൻ വരയ്ക്കുകയും അതിന് പെർപെൻഡിക്കുലർ ആയി നോക്കുകയും ചെയ്യുമ്പോഴാണ് ആക്സിസ് ഇത് സോളിഡ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് ഇതിന്റെ സോളിഡ് ഡയഗണലിന് പെർപെൻഡിക്കുലർ ആയി നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഓക്കെ, ആ വ്യൂവിൽ ഈ ലൈനുകളെല്ലാം ഇൻക്ലൈൻഡ് ആയിരുന്നു. നമുക്കതുകൊണ്ട് തന്നെ വ്യൂവിൽ അതിന്റെ ട്രൂ ലെങ്ത് കിട്ടില്ല. ആ ട്രൂ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ. അതിന് വേണ്ടി നമ്മളൊരു ഐസോമെട്രിക് സ്കെയിൽ വരച്ചിരുന്നു. ഓക്കെ, ഇത്രയും കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. നമുക്കിനി ചെയ്യാനുള്ളത്, ഒരു സ്ഫിയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. നോക്കിക്കേ, ഈ സ്ഫിയർ ഞാൻ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇതിന് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഇപ്പൊ സപ്പോസ് ഇതിന്റെ ഡയമീറ്റർ, ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഇപ്പൊ പറയാൻ എളുപ്പത്തിന് ഒരു 100 mm ആണ് എന്ന് വിചാരിച്ചു. 10 cm ആണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് വിചാരിച്ചുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ 100 mm. ഇതിന്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഡയമീറ്റർ എത്ര? 100 mm തന്നെ. ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ചരിഞ്ഞ് നോക്കുമോ, എങ്ങനെ നോക്കിയാൽ ഇതിന്റെ ഡയമീറ്ററിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ സ്ഫിയറിന്റെ കേസിൽ? ഓക്കെ, അപ്പൊ സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏത് ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയാലും അതിന്റെ ഡയമീറ്ററിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പോ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കുമ്പോൾ സ്ഫിയറിന്റെ കേസിൽ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാൻ വരക്കണം. ആ കാര്യത്തിൽ ഡൗട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എഡ്ജുകളെല്ലാം വ്യൂ ചെയ്യുന്ന ആൾക്ക് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് അതിന്റെ പ്രൊജക്ഷൻസില് ലെങ്ത് റെഡ്യൂസ് ചെയ്യുകയും ആ റെഡ്യൂസ് ചെയ്ത ലെങ്ത് കൊണ്ട് പ്രൊജക്ഷൻ വരക്കുകയും ചെയ്തു. പക്ഷേ ഒരു സ്ഫിയറിനെ സംബന്ധിച്ച് ഇവിടുന്ന് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും അതിന്റെ ഡയമീറ്റർ ചേഞ്ച് ആവില്ല. കാരണം ഇതൊരു സ്ഫിയർ ആണ് അല്ലെ. ഇങ്ങനെ നോക്കിയാലും 100 mm, ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും 100 mm, ചരിച്ചു പിടിച്ചു കഴിഞ്ഞാലും എങ്ങനെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയാലും അതിന്റെ ഡയമീറ്റർ ചേഞ്ച് ആവുന്നില്ല. സോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ ആറ് റേഡിയസ് സെയിം ആയിട്ട് എടുത്തായിരിക്കും വരക്കുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്കപ്പോ അതൊന്ന് വരച്ചു വെച്ചേക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യൂ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ വരും. പ്രൊജക്ഷനിൽ റെഡ്യൂസ് ചെയ്യാണ്ടാണ് വരക്കുന്നത്. അത്രയും മനസ്സിലായത്. അപ്പൊ ഞാനത് വരക്കായിപ്പോ. ഓക്കെ, ഇപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷൻ നമുക്ക് വരക്കണം, ഐസോമെട്രിക് വ്യൂ വരക്കണം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് എനിക്ക് വരക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഈ ഒരു പ്ലേസിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഐസോമെട്രിക് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വരച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്, ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കുമ്പോൾ റേഡിയസ് കുറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂല് ഇതിന്റെ റെസ്റ്റ് ചെയ്യുന്ന ഇവിടുന്ന് ആ പോയിന്റിൽ നിന്ന് അതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആയിരിക്കും. ക്ലിയർ? Suppose
ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതിവിടെ റെസ്റ്റ് ചെയ്യുന്നു. റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് കണ്ടല്ലോ, ഇപ്പൊ ഫ്രണ്ട് വ്യൂല് കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അവിടുന്ന് ഈ സ്ഫിയറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 6 ആയിരിക്കും. ആ റേഡിയസ്, ആ സെന്ററിൽ കുത്തി റേഡിയസ് എടുത്തിട്ടാണ് നമ്മൾ ഒരു സർക്കിൾ വരക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു. അതിന്റെ ഓർത്തോഗ്രഫിക് പ്രൊജക്ഷൻ, അതായത് ഇങ്ങനെ വരും. ഓർത്തോഗ്രഫിക് പ്രൊജക്ഷൻ വരക്കുമ്പോൾ ഇവിടുന്ന് 6 റേഡിയസ് എടുത്ത് ഇവിടെ സി മാർക്ക് ചെയ്യും. സിയില് കുത്തി നമ്മൾ എന്ത് ചെയ്യണം? സിയില് കുത്തിയിട്ട് അതിന്റെ റേഡിയസ് 6 എടുത്തുകൊണ്ട് നമ്മൾ സർക്കിൾ വരക്കും. അതായിരിക്കും സ്ഫിയറിന്റെ ഇതാണ് സ്ഫിയറിന്റെ ഓർത്തോഗ്രഫിക് പ്രൊജക്ഷൻ, അല്ലെ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡൗട്ടില്ല. പക്ഷേ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഈ സ്ഫിയറിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ആകുന്നതാണ്. അതിന്റെ സോളിഡ് ഡയഗണൽ നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ ഒരു സ്ക്വയർ ബോക്സിനകത്താക്കും നമ്മൾ, അല്ലെങ്കിൽ ക്യൂബിനകത്താക്കും. ഇതൊരു ക്യൂബിനകത്താക്കി. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ പ്രൊജക്ഷന്റെ റേഡിയസ് കുറയില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഞാനിപ്പോ ഇത് വരച്ച് അത് പ്രൂവ് ചെയ്യാൻ പോകുകയാണ്. അപ്പോ ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഇതിനൊരു സ്ക്വയറിനകത്താക്കിയിട്ട് ഈ സ്ക്വയറിന്റെ സോളിഡ് ഡയഗണലിന് പെർപെൻഡിക്കുലർ ആയി ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ഈ മുകളിൽ നിന്ന് വ്യൂ ചെയ്യുന്നത് പോലെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ സെന്ററിൽ നിന്ന് അതിന്റെ ബേസിലേക്ക് വരച്ച ഈ റേഡിയസ് സെയിം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ആലോചിച്ച് ഒരു ഇമാജിനറി റേഡിയസ് ഇതിന്റെ സെന്ററിൽ നിന്ന് താഴത്തേക്ക് വരച്ചിരിക്കുന്നു. അതിന്റെ റേഡിയസ് ഈ ആ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എപ്പോഴേ കാണാൻ പറ്റുള്ളൂ? ഫ്രണ്ട് വ്യൂല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ലെങ്ത് റെഡ്യൂസ് ചെയ്ത് പോകും. എങ്ങനെ? 0.82 തന്നെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഫിയറിന്റെ ലെങ്തിന്റെ പകുതി. അപ്പൊ അത്രയും കൂടുതൽ കൺഫ്യൂഷനിലേക്ക് ഒന്നും പോകണ്ട. എത്രയേ ഉള്ളൂ. ഈ ലെങ്ത്, ഈ റെസ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഫ്രണ്ട് വ്യൂല് മാത്രം. ഇതിന്റെ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പൊസിഷനിലാണ് കാണുന്നത്. അപ്പൊ ഒരിക്കലും ഇത് റെസ്റ്റ് ചെയ്യുന്ന എച്ച് കാണാൻ പറ്റുകയില്ല. അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ പോയിന്റ് പോകുന്നത് പോലെ തോന്നും. ഓക്കെ, ഇങ്ങനെയാണ് സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ നോക്കുന്നത്. ക്ലിയർ? ഇപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ക്യൂബ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്രണ്ട് വ്യൂല് നിങ്ങൾക്ക് അത് റെസ്റ്റ് ചെയ്യുന്ന കാണാം. ഈ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വ്യൂ വരും. ഈ വ്യൂ വരുമ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? അതിനെ കവർ ചെയ്തുകൊണ്ട് സ്ഫിയർ പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ വരക്കാമെന്നുള്ളത് നോക്കാം. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആക്ച്വൽ ആർ. അപ്പോ ആ ആക്ച്വൽ ആർ നമുക്ക് ഇവിടെ കിട്ടില്ല, അത് റെഡ്യൂസ് ചെയ്യുന്നു വന്നു. അത് എത്രയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? 0.86. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഐസോമെട്രിക് സ്കെയിലിൽ എടുത്ത് റെഡ്യൂസ് ചെയ്യണം. അത് ഞാനിപ്പോൾ ഒരു സ്കെയിൽ ആദ്യം വരക്കാം. എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്കെയിൽ വരച്ചു. ഈ ഡിസ്റ്റൻസ് എടുത്ത് ഞാൻ അതിന്റെ ഐസോമെട്രിക് ലെങ്ത്തിലേക്ക് മാർക്ക് ചെയ്തു. അവിടുന്ന് അതിന്റെ ദൂരത്തിലേക്ക് മാർക്ക് ചെയ്തു. വെർട്ടിക്കലായിട്ട് വരച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഐസോമെട്രിക് ലെങ്ത് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ആ ലെങ്ത് ഒരൽപ്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? കാണാലോ, ആ ലെങ്ത് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു ആക്ച്വൽ ലെങ്ത്. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ഡിസ്റ്റൻസ് വന്നു. ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ വരെയുള്ളൂ ഐസോമെട്രിക് ലെങ്തിലേക്ക് വരുമ്പോൾ. ഓക്കെ, അതായത് അതിന്റെ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു വാല്യൂ വന്നു. അത് നമ്മൾ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ആക്ച്വലി സി. സർക്കിളിന്റെ സി റെഡ്യൂസ് ചെയ്ത ആർ കൊണ്ട് വേണം വരക്കാൻ. എന്തുകൊണ്ടാണ്? നമ്മൾ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ആ റേഡിയസിന്റെ ഡിസ്റ്റൻസ് ഇവിടെ കിട്ടില്ല. ഓക്കെ, ഓവറോൾ ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ സ്ഫിയറിന്റെ റേഡിയസ് കുറയില്ല. പക്ഷെ അത് റെസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ആ ഡിസ്റ്റൻസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് എന്ത് ചെയ്തു? ഞാൻ റെഡ്യൂസ് ചെയ്തു. ഇത് ഐസോമെട്രിക് സ്കെയിൽ എടുത്ത് വരച്ചു. ബട്ട് അതേ കാണുന്ന സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യണോ? ഇല്ല. കാരണം സർക്കിളിന്റെ നമ്മൾ ഏത് സ്ഫിയർ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ സ്ഫിയറിന്റെ ഏത് പോയിന്റിൽ നിന്ന് നോക്കിയാലും അതൊരിക്കലും ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കില്ല.
ഇതായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഈ റേഡിയസ് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഐസോ റേഡിയസ് ആണ്, ഐസോമെട്രിക് ലെങ്ത് ഓഫ് റേഡിയസ് ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കൽ കൂടെ മാർക്ക് ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് 0.82 into R ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. R ആയിരിക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കിട്ടിയില്ലേ? പക്ഷേ ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഇത് 6 ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷനില് വരക്കുന്ന സർക്കിളിന്റെ റേഡിയസ് 6 ആയിരിക്കും. അതിന്റെ റെസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ആ സെന്റർ കണ്ടുപിടിക്കാൻ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 into 0.82 ആയിരിക്കും. അതായത് ഐസോമെട്രിക് ലെങ്ത് ഓഫ് റേഡിയസ് ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് വ്യൂവിലേക്ക് വരക്കാം. വ്യൂവിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു സാറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോക്കുമ്പോഴത്തേക്ക് ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ റെഡ്യൂസ് ചെയ്യുന്ന ലെങ്ത് കൺസിഡർ ചെയ്യാണ്ട് ട്രൂ ലെങ്ത് എടുത്ത് വെച്ച് വരക്കുന്നതിന് ഐസോമെട്രിക് വ്യൂ എന്നും, ഇവിടെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്തുകൊണ്ട് വരക്കുമ്പോൾ അത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുമാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഐസോമെട്രിക് വ്യൂവില് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നു, ഇതിന്റെ ലെങ്ത് ആക്ച്വലി റെഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, റെഡ്യൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാണ്ട് വരക്കുന്നതാണ് എന്ത്? ഐസോമെട്രിക് വ്യൂ. അപ്പോ അതൊരു മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു എക്സാം എഴുതുന്നു, അപ്പോ അവര് പറയുകയാണ് അതിനകത്ത് 82 മാർക്ക് കിട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 100 മാർക്കുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അന്ന് പറഞ്ഞിരുന്ന ഒരു 1.22% ടോട്ടൽ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ KTVക്കാരെ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ആക്ച്വലി 75% എഴുതി കഴിഞ്ഞാൽ, അതായത് 75 മാർക്സിന് മൊത്തം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് 100 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തോളൂ. ഓക്കെ, 100ൽ 75 കിട്ടിയ ആൾക്ക് 100ൽ 100 മാർക്ക് കിട്ടിയതിന് തുല്യമാണ്, ആണോ? അപ്പോ ഇവിടെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ 82 മാർക്ക് കിട്ടിയ ഒരാൾക്ക് 100 മാർക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ശരിക്കും ഐസോമെട്രിക് വ്യൂ വരച്ചുകൊണ്ടിരുന്നപ്പോൾ. ക്ലിയർ ആയോ? ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ക്യൂബിന്റെ ഐസോമെട്രിക് വ്യൂ വരച്ചപ്പോഴത്തേക്ക് ഇതിന് ശരിക്കും നിങ്ങൾ കാണുന്നത് 82 mm ഉണ്ടായിരുന്നുള്ളൂ. 100 ലെങ്ത് ഉള്ള 100 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 100 mm ലെങ്ത് ഉള്ള ഒരു ക്യൂബിന്റെ ലെങ്ത് 82 mm നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വ്യൂ വരച്ചപ്പോഴത്തേക്ക് നിങ്ങൾ അതൊന്നും കൺസിഡർ ചെയ്തില്ല, അതിന് ഫുൾ മാർക്ക് ഇട്ട് കൊടുത്തു, 100 വിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോ സ്ഫിയറിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ നോക്കിയാലും അതിന് 100 തന്നെ ഉണ്ട് ഓൾറെഡി. അപ്പോ ഇവനെ നമ്മൾ 100 ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഓൾറെഡി 100 കിട്ടിയവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ എക്സാമിന് എഴുതുമ്പോഴത്തേക്ക് 75-കാരന് 100 ആക്കി കൊടുത്തു. ഓൾറെഡി എഴുതി കഷ്ടപ്പെട്ട് 100 മാർക്ക് മേടിച്ചവനും ഈ 75 കിട്ടിയവനും സെയിം മാർക്കായില്ലേ? ഇപ്പോ അത് മോശമല്ലേ? നമുക്ക് എക്സാമിന്റെ കേസിൽ ആ 100 മാർക്കുകാരനൊപ്പം തന്നെ 75-കാരൻ നിൽക്കും. പക്ഷെ ഐസോമെട്രിക് വ്യൂയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഗ്രാഫിക്സിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? ഇപ്പൊ ഗ്രാഫിക്സുകാര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാഫിക്സ് പറഞ്ഞേക്കും. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞുതരാം. ഐസോമെട്രിക് വ്യൂവിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഈ ലെങ്തുകൾ റെഡ്യൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഓഫ് കോഴ്സ് വേണ്ട, ഈ ലെങ്ത് റെഡ്യൂസ് ചെയ്യത്തില്ല ഐസോമെട്രിക് വ്യൂ ആകുമ്പോഴത്തേക്ക്. ഓക്കെ, വേണ്ട, ആ ലെങ്ത് അതുപോലെ തന്നെ എടുത്തു. അതിന്റെ സെന്റർ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് റേഡിയസ് സെന്റർ എടുത്തു, 6 തന്നെ എടുത്ത് നമ്മൾ സെന്റർ കണ്ടുപിടിച്ചു. സെന്ററിൽ കുത്തി വരക്കുന്ന ഈ സർക്കിളിന്റെ റേഡിയസ് അപ്പൊ എന്ത് ചെയ്യണം? അത് ഓൾറെഡി റെഡ്യൂസ് ചെയ്യാത്ത സാധനമാണ്. അതായത്
അതിന് ഓൾറെഡി 100 ഉണ്ട്. അപ്പൊ വ്യൂ വരക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവന് 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100ൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. മാർക്കിന്റെ കേസിൽ 75 100 ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 കിട്ടിയവന് 100 കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടതായിട്ടാണ് പറയുന്നത്. ഇപ്പൊ കാര്യം വ്യക്തമായില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ലെങ്തിനെ ഇൻക്രീസ് ചെയ്യണം. അതിന് ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമെട്രിക് സ്കെയിലിലേക്ക് ഈ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നു. ചെയ്ത കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഈ ലെങ്ത് എടുത്തു, റേഡിയസ് എടുത്തു, ദെൻ അത് ഐസോമെട്രിക് ലെങ്ത് അല്ലെ ഐസോമെട്രിക് സ്കെയിലിലേക്കാണ് ഞാൻ മാർക്ക് ചെയ്തത്. 30 mm ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിലേക്ക് അത് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, നേരത്തെ ചെയ്തിരുന്നത് എന്തായിരുന്നു? നേരത്തെ ഇപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ വരച്ച് തരാം. എനിക്ക് നമ്മുടെ ക്ലിയർ ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. 30 ഡിഗ്രി 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് രണ്ട് ലൈനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഐസോമെട്രിക് സ്കെയില്. നേരത്തെ ചെയ്തത് ഇവിടെ ആ ലെങ്ത് മാർക്ക് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരിക നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേസിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ എല്ലാവിധ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പൊ ആക്ച്വൽ റേഡിയസിലും കൂടുതലായിരിക്കും ഇതിന്റെ റേഡിയസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതെടുത്ത് ഈ സെന്ററിൽ കുത്തി നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ഫിയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ. പ്രൊജക്ഷന്റെ നില എപ്പോഴും വലുതായിരിക്കും വ്യൂ. ഓക്കെ, ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരക്കാൻ പറഞ്ഞാൽ ഇത് രണ്ട് സെയിം ആയി പോകും. അപ്പോ മോശമല്ലേ? ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് ഈസി ആയിട്ട് ഞാൻ പറയുന്നു. കാരണം ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. എത്ര വെട്ടിച്ചുരുക്കിയാലും നിങ്ങൾക്ക് ഇത് വരും. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും. പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 0.82 into 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെന്റർ കണ്ടുപിടിക്കും. എന്നിട്ട് ആ സെന്ററെ കുറിച്ച് വരക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആയിരിക്കും. പ്രൊജക്ഷൻ ആണ്. വ്യൂ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തന്നെയായിരിക്കും. ഓക്കെ, അവിടെ കുറിച്ച് വരക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1.22 into 6 ആയിരിക്കും. 1.22 into 6. ഓക്കെ, അത് എന്തുകൊണ്ടാണ് വന്നത്, എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോമെട്രിക് സ്കെയിലിലേക്ക് ഈ റേഡിയസ് മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടുന്ന് വെർട്ടിക്കലായിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മുകളിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അപ്പൊ ആക്ച്വൽ ഇത് 5 ആണ്, അല്ലെ 10 mm ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുത്ത് ഈ 10 mm ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് 11.22 ആയിരിക്കും ഡിസ്റ്റൻസ്. ഓൾമോസ്റ്റ് 1.22. ഓക്കെ, ക്ലിയർ ആയോ? 12.2 10 into വരുമ്പോഴത്തേക്ക് 12.2 ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഐസോമെട്രിക് വ്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് റേഡിയസ് വലുതാവും. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് തെറ്റിയോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെ പറയാറുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്മൈലിംഗ് ഫേസ് പോലെ ഒരു ഏരിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു എക്സാമ്പിൾ നിങ്ങൾ പോയി വരച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇങ്ങനൊരു ഫേസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, അതായത് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിനെ കവർ ചെയ്തുകൊണ്ട് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചിരിക്കുന്നത് ശരിയായിരിക്കും. അതെപ്പോഴൊക്കെ മിസ്സാവുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഇത് റെഡ്യൂസ് ചെയ്തു, ആ റെഡ്യൂസ് ചെയ്ത ലെങ്ത് കൊണ്ട് തന്നെ വരക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടെ തന്നെ കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എവിടെ തെറ്റിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ റേഡിയസ് ഇതാക്കിയിട്ട് നിങ്ങൾ അതിലും കൂടുതലായിട്ട് 1.22 കൊണ്ട് റേഡിയസിനെ മൾട്ടിപ്ലൈ ചെയ്യാതാണ് നിങ്ങൾ ഇവിടെ വരക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ ഏതെങ്കിലും കൂടെ പാസ് ചെയ്തോളൂ, ഇങ്ങനെ പാസ് ചെയ്തോളൂ. അപ്പൊ മനസ്സിലായിക്കോണം, എനിക്ക് ഒന്നുകിൽ റേഡിയസ് സെന്റർ കണ്ടുപിടിച്ചത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ സർക്കിൾ റേഡിയസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് മനസ്സിലേക്ക് പഠിപ്പിക്കുക. ഇതേ സെയിം ഡിസ്റ്റൻസിൽ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിടുക. റേഡിയസ് ഒരു 50 mm എടുത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ 100 mm ഡയമീറ്റർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഐസോമെട്രിക് വ്യൂവിലും പ്രൊജക്ഷനിലും ഒരു സെയിം പേജിൽ തന്നെ വരച്ചിടുക. ഓക്കെ,
താങ്ക്സ്. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.